പ്രിയപ്പെട്ടവരെ, F-35 എന്നൊരു സാധനത്തെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. ഒരു ഫൈറ്റർ ജെറ്റാണ് സംഭവം. അതായത് യുദ്ധവിമാനം. വെറും യുദ്ധവിമാനമല്ല കേട്ടോ, ലോക പോലീസായ അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനമാണ് അത്. 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്. ഒരു സ്റ്റെൽത്ത് എഞ്ചിനാണ് അതിന്റെ. അതായത് റഡാറുകളെ കബളിപ്പിച്ച് അതിവേഗം പറക്കുവാനും ലക്ഷ്യങ്ങൾ ഭേദിക്കുവാനും ഒട്ടേറെ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്തിനാണ്? ലോക ആയുധ നിർമ്മാതാക്കളായ ഫൈറ്റർ വിമാന നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച വിമാനമാണ്. ലോക പോലീസായ അമേരിക്കയുടെ വിമാനമാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ചങ്ങാതിയെന്ന് നടിക്കുന്ന അമേരിക്കയുടെ വിമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്ക UK-ക്കും പല നാറ്റോ രാജ്യങ്ങൾക്കൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. സംഭവം കേരളത്തിൽ വന്നതിന് ശേഷം വളരെയേറെ ഒരു കോമഡി പീസായി മാറുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്, അല്ലെ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഒരു സംഭവം 38 ദിവസമാണ് നമ്മുടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇത് കിടന്നത്. അപ്പോൾ ഇതിന്റെ ആദ്യം തന്നെ ഇതിന് നിർമ്മാണ കമ്പനികളുടെ മുതലാളിമാർ, ഇതിന്റെ ശരിക്കും ഇപ്പോഴത്തെ മുതലാളിയായ UK കുറച്ച് പണിക്കാരെ ഇങ്ങോട്ട് വിട്ടു. പരിപാടിയൊന്നും നടന്നില്ല. അതിനുശേഷം മുതലാളിമാര് തന്നെ നേരിട്ട് കുറച്ച് പണിക്കാരെ വിട്ടു. നടന്നില്ല. മുതലാളിമാരുടെ കുറെ ആളുകൾ നേരിട്ട് വന്നു, എന്നിട്ട് നടന്നില്ല. പിന്നെ കുറച്ച് എക്സ്പെർട്ടായ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് പൊളിച്ചു കൊണ്ടുപോകാനും അല്ലെങ്കിൽ പാർട്സ് ആയിട്ട് വേറെ കയറ്റി കൊണ്ടുപോകാനും ഒക്കെ പല ശ്രമങ്ങളൊക്കെ നടത്തി. അവസാനം ഏതോ ഇവര് പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. കാരണം ഇന്ത്യക്കാരങ്ങാട് ഇതിനെ എടുത്തിട്ട് ട്രോളി ഉടുത്തു അങ്ങോട്ട് നശിപ്പിച്ചു വലിച്ചു കീറി, പ്രത്യേകിച്ച് കേരളക്കാർ. അപ്പോ ശരിക്കും സായിപ്പിനങ്ങോട്ട് നൊന്തു. അഭിമാനം സംരക്ഷിക്കാനെന്ന രീതിയിൽ അവസാന സാധനം പറത്തി തന്നെ കൊണ്ടുപോയി. ദുബായിലേക്ക് ആദ്യം കൊണ്ടുപോയി, അതിനുശേഷം ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി, അവിടുന്ന് UK കൊണ്ടുപോയി എന്നൊക്കെയാണ് അറിവ്. ഈ ഒരു വിമാനം ഇന്ത്യക്ക് ഇവർ വിൽക്കാൻ പോവുകയാണ്. പക്ഷെ ഈ സാധനം പാട്ടയാണ് എന്ന് പറയാൻ പലരും കളിയാക്കുന്നതുകൊണ്ട് ഏകദേശം ശരിയാണ്, അങ്ങനെ വിശ്വസിക്കാനാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? ഇത്ര വിശ്വവിഖ്യാതമായ ഒരു വിമാനമാണ്, സ്റ്റെൽത്ത് ഫൈറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് ഇവർ നടക്കുന്ന ഈ ഒരു വിമാനം കഴിഞ്ഞ ദിവസം വീണ്ടും പണി മുടക്കി. 3 മാസങ്ങൾക്ക് മുമ്പ്, അല്ല 3 മാസമല്ല, ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് 38 ദിവസം തിരുവനന്തപുരത്താണ് കിടന്നതെങ്കിൽ ഇന്നത് ജപ്പാനിലാണ്. അതായത് ജപ്പാനിലെ കഗോഷിമ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാറ് മൂലം അമേരിക്കയുടെ F-35 ഫൈറ്റർ ജെറ്റ്, വെറും ഫൈറ്റർ ജെറ്റ് അല്ല, സ്റ്റെൽത്ത് വിമാനം, സ്റ്റെൽത്ത് എഞ്ചിൻ, റഡാറുകളെ കബളിപ്പിക്കുന്ന ആ ഒരു വിമാനം വീണ്ടും സാങ്കേതിക തകരാറ് വന്നിട്ട് നിലത്തിറക്കി എന്നാ പറയുന്നത്. ഇതുമൂലം എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റിന്റെ ഒരു സുഗമമായ നടത്തിപ്പിനും പല യാത്രാ വിമാനങ്ങൾക്കും പല വിമാനങ്ങൾക്കും തടസ്സമുണ്ടായി, ഷെഡ്യൂളൊക്കെ റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ചുവട് പിടിച്ചിട്ട് നമ്മളുടെ ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യണം? അമേരിക്കയുടെ ഒരു F-35 സ്റ്റെൽത്ത് എഞ്ചിൻ കൊണ്ടുപോയി കളയടാ എന്നൊക്കെയാണ് പറയാൻ തോന്നുന്നത്. വേറൊന്നുമല്ല, ബാംഗ്ലൂർ എയർ ഷോയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഈ സാധനം ഇവിടെ വിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ട്രംപിന്റെ തീരുവ കാരണം നമ്മൾക്കത് വേണ്ട, നമ്മൾ നേരത്തെ തന്നെ അത് വേണ്ട എന്ന് വെച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അമേരിക്ക ഇനി കൂടുതൽ അധികം ഡെക്കറേഷൻ ഒന്നും വെച്ച് തള്ളണ്ട. ഇടയ്ക്കിടയ്ക്ക് പറന്നു പൊന്തി സാങ്കേതിക തകരാറാവുന്ന ഈ വിമാനമാണോ 5ാം തലമുറ യുദ്ധവിമാനം എന്ന് ചോദിച്ചു പോകുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ പറയുന്നതിന് വിമർശനമായി ചിലർ വരാം. അത് എല്ലാ വിമാനങ്ങളും ഇടയ്ക്കിടയ്ക്ക് സാങ്കേതിക തകരാറൊക്കെ വരാറുണ്ട്, നമ്മൾ അറിയാറില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇത്ര വിശ്വവിഖ്യാതമായി വളരെ പൊലിപ്പിച്ചു കാണിക്കുന്ന ഇത്തരം വിമാനങ്ങൾ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതിന് ശരിക്കും കംപ്ലൈന്റ് വരാൻ പാടില്ലെന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കംപ്ലൈന്റ് വരാൻ പാടില്ല, അങ്ങനെയല്ല ഇവരുടെ അവകാശവാദമൊക്കെ. അതിന്റെ പേരിലാണ് പറയുന്നത്. അതിന്റെ പേരിൽ എന്നോട് ഇങ്ങോട്ട് ആ ഒരു കാരണം പറഞ്ഞാലും കമന്റ് ബോക്സിൽ വരാൻ നിൽക്കണ്ട. സത്യം തന്നെയാണ്. അപ്പോ ഈ ഒരു വിമാനം ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ട് ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് നന്നായി എന്നാ പറയാനുള്ളത്. ട്രംപ് അണ്ണ ആദ്യം സ്വന്തം വിമാനമൊക്കെ നന്നാക്കി മറ്റുള്ളവർ കൊടുക്കൂ. ഇതൊക്കെ കൊടുത്ത് UK പോലുള്ള നിങ്ങളുടെ ആശ്രിത രാജ്യങ്ങളെയൊക്കെ പറ്റിക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ഈ വിമാനം ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ ഏതായാലും വാങ്ങാൻ സാധ്യതയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു കോമഡി പീസിനെ വീണ്ടും ഒരു എന്താ പറയുന്നത് ഒരു ഒരു ആശംസകൾ അറിയിച്ചുകൊണ്ട്, ആശംസ തന്നെ ഇരിക്കട്ടെ, അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരങ്ങളെ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.